ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുകയാണ് ഒരു പുതിയ കളിയായിട്ട് ലെറ്റ്സ് സർവൈവ്. സുഹൃത്തുക്കളെ, ഇതൊരു പുതിയ കളിയാണ്. ഞാൻ ചുമ്മാ ലേറ്റസ്റ്റ് ഗെയിംസ് എന്ന് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇതിൽ നമുക്ക് കളറൊക്കെ മാറ്റി കൊടുത്ത് ഈ പയ്യനെ കുട്ടപ്പനായിട്ട് എടുക്കാം. മുടിയൊന്നും ഇത് വേണ്ട, വേറെ നല്ല വല്ല മുടിയും വയ്ക്കാം. ഇത് മതിയാവും സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത മുടിയുടെ കളർ ബ്രൗൺ ഇരുന്നോട്ടെ. ഇനി അത് തന്നെ, ഇത് തടി മീശയാണ് സുഹൃത്തുക്കളെ. അത് നമുക്ക് വേറെ ആക്കണം. നമുക്ക് ഒരു നല്ല ഇത് മതി സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് തുണി ഇടാം. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് കളിയിലേക്ക് കിടക്കാം. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ തക്കുടു ഏട്ടൻ നടക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അങ്ങനെ തക്കുടു ഏട്ടൻ നടന്ന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പഞ്ചാര ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഓരോ ഗുണ്ടകൾ കേറ്റൊക്കെ തള്ളിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നു. തക്കുടു ഏറ്റ ഓടിച്ചെന്ന് അതിനെ ഗുണ്ടകളെ വെട്ടിയായിരിക്കുന്നു. പിന്നെ നോക്കുമ്പോൾ വേറൊരു പെണ്ണും കൂടെ ഇറങ്ങി വരുന്നു. സുഹൃത്തുക്കളെ, ഈ തക്കുടു ഏട്ടന് 2 ലൈനുണ്ട്. പിന്നെ നടന്ന് തക്കുടു ഏട്ടൻ ആദ്യത്തെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നു. നടന്ന് തക്കുടു ഏട്ടൻ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാറിൻ്റെ അടുത്തൂടെയൊക്കെ പോകുന്നു. ഒരുത്ത അവിടെ തറയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്നവന്മാരെല്ലാം പെട്ടെന്ന് ഏതോ ഭൂതം ബാധിച്ചണിക്കും. അങ്ങനെ വെട്ടും കൊലയും തുടങ്ങി. വെട്ടി നമ്മുടെ തക്കുടു ഏട്ടൻ എല്ലാത്തിനെയും വെട്ടിയിറങ്ങിയിരിക്കുന്നു. അങ്ങനെ തക്കുടു ഏട്ടൻ ഓടുകയാണ്. തക്കുടു ഏട്ടൻ ആ പെണ്ണിനെ സഹായിക്കാൻ അടുത്തും പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പെണ്ണ് ഭയങ്കര വാറേറാണ് സുഹൃത്തുക്കളെ. 2 പേരും കിടിലുമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വെട്ടി അരിഞ്ഞരിഞ്ഞ് എല്ലാവരെയും കൊന്നിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ആ പെണ്ണിൻ്റെ പുറകെ തന്നെ നടന്ന് നമ്മുടെ തക്കുടു ഏട്ടൻ വശലായി. പെണ്ണ് എന്തൊക്കെയോ പറയുകയാണ്. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, മെഷീൻ ഗണ്ണൊക്കെ ഇരിക്കുന്നു ഇവിടെ. ഇപ്പം നമുക്ക് അങ്ങോട്ട് താനെ കയറി പോകാം. മെഷീൻ ഗണ്ണാക്കി ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. ആ പെണ്ണിൻ്റെ പുറകെ പോകാനല്ലല്ലോ, ഇപ്പോൾ മെഷീൻ്റെ പുറകെയാണല്ലോ പോകാൻ പറഞ്ഞത്. ഈ മെഷീൻ ഒരു പെണ്ണാണോ? ഒരു സംശയമുണ്ട് സുഹൃത്തുക്കളെ. കാരണം പെൺപിള്ളേരെ പുറകെ ആരോ കാണിക്കാറുള്ളൂ, അതാണ് വേറെ കാര്യം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ തോക്കിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ്. വേവ് 1. സുഹൃത്തുക്കളെ, അങ്ങനെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോളൂ കുടുങ്ങും എല്ലാ എണ്ണത്തിനെ വെടിവെച്ചു. അങ്ങനെ നമ്മുടെ തക്കുടു ഏട്ടൻ സ്റ്റൈലും മാസം കാണിച്ച് എല്ലാവരെയും വെടിവെക്കുകയാണ്. തക്കുടു ഏട്ടൻ്റെ വെടി കാരണം എല്ലാ ഗുണ്ടകളും ചതിച്ചുപോയി. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് 5 കോയിൻ കിട്ടി. പിന്നെ ഒരു കഥ. ഒരു ദിവസം ഹെലികോപ്റ്ററിൽ പറന്നുപോയ തങ്കേട്ടൻ്റെ ഭാര്യ ഒരിടത്ത് വന്ന് വീഴുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പട്ടാളക്കാരൻ രക്ഷപ്പെടുത്തുന്നു. പട്ടാളക്കാർ ഹീറോ എന്ന് വെച്ചപ്പോൾ യവനും ഹീറോ ആവണമെന്ന് പറഞ്ഞ് പട്ടാളക്കാരെ കൊല്ലാൻ വേണ്ടി തിരിക്കുന്നവനാണ് നമ്മുടെ തക്കുടു ഏട്ടൻ. സുഹൃത്തുക്കളെ, ലെറ്റ്സ് സർവൈവ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ഒരു പോസ്റ്ററൊക്കെ കാണിച്ചുകൊണ്ടാണ് അടുത്ത പാട്ട് തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഷർട്ടൊക്കെ മാറ്റിയിട്ടാണ് നമ്മുടെ അണ്ണ നിൽക്കുന്നത്. ഈ ഷർട്ടിടാത്ത എന്തോ ആർക്കറിയാം. ഗൈസ്, ആ പെണ്ണ് അവിടെ പോയിട്ടുണ്ട്. നമ്മൾ പെണ്ണിനെ അന്വേഷിച്ച് പോവുകയാണ്. കം ടു ദ ബോക്സിൻ്റെ അടുത്തോട്ട് വരെ. സുഹൃത്തുക്കളെ, എന്തോ സെറ്റിങ്സ് പോലത്തെ സംഭവമാണ്. ഇത് എന്തൊരു കൊണ്ടുവരാനോണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് ഹാമർ എടുത്ത് ക്രിയേറ്റ് കൊടുക്കാം. സുഹൃത്തുക്കളെ, എന്തൊക്കെയോ ബാഗൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ കുറിച്ച് ഒന്നും അറിയാത്തതിനാൽ ആ ബാഗ് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. സ്റ്റേഷൻസ്. ഒരു കുടിൽ കിട്ടിയല്ലോ സുഹൃത്തുക്കളെ. ഒരു കുടിൽ കിട്ടാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. പക്ഷേ കുടിൽ കിട്ടാനുള്ള സാധനമില്ലാത്തതിനാൽ നമുക്ക് ഇത്രയും മതി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളെ പിന്നെ എന്തോ ആവാഹിച്ച് വിളിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഫുഡാണ് സുഹൃത്തുക്കളെ. ഈ ഗെയിമിൽ ഫുഡ് വേണം സുഹൃത്തുക്കളെ. നല്ല കിടിൽ ഇറച്ചിയാണ് നമ്മുടെ അണ്ണൻ്റെ കയ്യിലുള്ളത്. പിന്നെ നമ്മൾ ഇറച്ചി അങ്ങെടുത്ത് 3 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ബാഗിനകത്ത് കൈയിട്ട് നോക്കിയപ്പോൾ ഇറച്ചി എടുത്ത് നേരെ നമ്മൾ കുക്ക് ചെയ്ത് തിന്നാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തക്കുടു ഏട്ടൻ കുക്ക് ചെയ്ത് തിന്നാനുള്ള പരിപാടി നോക്കിയതും നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞതിനാൽ പുതിയ ഹാർട്ട് വാങ്ങിച്ചു വെച്ചു. പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ഗൈസ് ഹാർട്ടൊക്കെ ഇവിടെ. അങ്ങനെ ഹാർട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അതേപോലത്തെ തക്കുടിച്ചാട്ടൻ്റെ ഡോഗിയായിട്ട് പോകുന്നത് കാണിക്കുന്നു. മറ്റേ ബേഡിയ സിനിമയിലുള്ള മറ്റേ പട്ടി പെണ്ണാവുന്ന അങ്ങനത്തെ വല്ല പ്രോസസ്സാണോ എന്ന് പറഞ്ഞോട്ടെ. അത് എന്താ പട്ടിയല്ലല്ലോ, മറ്റേ കുറുക്കൻ ചെന്നായ. അത് തന്നെ. അതൊന്നും അല്ല ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെങ്കിൽ തക്കുടു ഏട്ടൻ്റെ തോക കെട്ടി മാസമായിട്ട് നടന്നു പോകുമ്പോൾ ബാക്കിലൊരു പണ്ടാര ബാഗ്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. ഏതോ പഴഞ്ചല കടയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിൽ കിട്ടിയ സാധനങ്ങളെല്ലാം അങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നടന്ന് നേരെ പൊക്കിപ്പോണ്ടിരിക്കുകയാണ്. ഇതെന്താ പുല്ലിൻ്റെ അകത്തോടേക്ക് പോകുന്നു. പുല്ലിൽ കൈ. സുഹൃത്തുക്കളെ, കൈ വെച്ച് നമ്മൾ എടുക്കാൻ നിൽക്കുന്നത് ഏതോ ഒരുത്തൻ നമ്മളെ വെട്ടാൻ നിൽക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മളതിലുള്ള ഒരു കോടാലി വെച്ച് അവനെ വെട്ടി നമ്മുടെ തക്കുടു ഏട്ടൻ മാസമായിട്ട് എൻട്രി ചെയ്യുകയാണ് കേസ് വീട്ടിലേക്ക്. അങ്ങനെ നോക്കിയപ്പോൾ വേറെ ഒരുത്ത അപ്പുറത്തുനിന്ന് വരുന്നു.
തക്കുടുകെട്ട മാസമായിട്ട് അവനെ വെട്ടി എരിഞ്ഞിടുന്നു. സുഹൃത്തുക്കളെ ഒറ്റ വെട്ടി ചത്തു. അത്രേ ഉള്ളൂ ഗുണ്ടകളൊക്കെ നമ്മളെ തക്കുടുകെട്ട പോലെ. സുഹൃത്തുക്കളെ ഒരു പട്ടീനെ മൂക്കൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ദാ എടുക്കണം ആ പട്ടി. സുഹൃത്തുക്കളെ ഇതല്ലേ നമ്മുടെ ബേഡിയെ പട്ടി. പെണ്ണേ സുഖം. എന്തിരി ചെയ്യാൻ? എന്താ പറ്റിയത് നിൻ്റെ മൂക്കിൽ? മനുഷ്യനെ പോലെയാണല്ലോ നിപ്പ്. സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ആരോ ബാക്കിലോട്ടാണ് കാണിക്കുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് അടിച്ചു മാറ്റാം. സുഹൃത്തുക്കളെ അങ്ങനെ അടിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെയും ബോക്സിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ആ ബോക്സിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് എന്താണെന്ന്. നോക്കിയപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല സുഹൃത്തുക്കളെ. നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിരിക്കുന്നു. ടേക്ക് എവരിത്തിങ്. സുഹൃത്തുക്കളെ നമ്മൾ എല്ലാ സാധനവും അങ്ങ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ടേക്ക് എവരിത്തിങ് കൊടുത്ത് പിന്നെ നമ്മുടെ ഇൻഡു കൊടുത്ത് നേരെ നമ്മുടെ പൊന്നേരെ പട്ടീനെ സ്വന്തമാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ മൂക്ക് മുറിഞ്ഞ പട്ടിയുടെ മൂക്കിൽ മരുന്ന് വെച്ച് തേക്കാൻ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ പട്ടീനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പട്ടി നമ്മളെ കൂട്ടുകാരാകുന്നു. ഇതാണ് സുഹൃത്തുക്കളെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പട്ടീനെ കൂട്ടുകാരാക്കിയ ഒരു നല്ല പട്ടി മീൻസ് തക്കുടുകെട്ടൻ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ നടന്ന് പോകാൻ നേരത്ത് പക്ഷെ നടന്നു പോകാൻ വേണ്ടി ഇത് ഓണായാലല്ലേ നടന്നു പോകും. അണ്ണോ 100% കാണിക്കണം. എന്നിട്ട് ഓണാവല്ല. ഓണാവിടെ ആയി. സുഹൃത്തുക്കളെ ഓണായി. അങ്ങനെ 1000 വർഷങ്ങൾക്ക് ശേഷം. സുഹൃത്തുക്കളെ വേറെ തോന്നുന്നു അത് ഗെറ്റും കൊടുത്തു. സുഹൃത്തുക്കളെ ഈ വീൽ ചെയറിലിരിക്കുന്ന ആരും ആയിക്കോട്ടെ നമുക്കെന്ത്. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ റിവാർഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ നടക്കുകയാണ്. നോക്കിയപ്പോൾ ആ പട്ടിക്ക് എന്തൊക്കെയോ തിന്നാൻ വേണം. കള്ളപ്പട്ടി ഇങ്ങനെ അവിടെ വിട്ടിട്ട് ചാവാൻ വിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു പട്ടീനെ. ചുമ്മാ ഇടത്തോണ്ടൊന്ന്. സുഹൃത്തുക്കളെ അങ്ങനെ പട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടണം. അങ്ങനെ പട്ടിക്ക് തിന്നായിട്ട് കൊടുക്കണം. സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നടന്ന് പോവുകയാണ്. നടന്ന് അപ്പുറത്ത് പോവുകയാണ്. പട്ടിക്ക് തിന്നാനൊക്കെ കൊടുത്തു സുഹൃത്തുക്കളെ. ഇനി അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം സുഹൃത്തുക്കളെ. ഇനി അപ്പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്നും ദൈവത്തിനറിയാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അപ്പുറത്തോട്ട് കടന്നിരിക്കുകയാണ്. ഇത് അടുത്ത പാട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ.